ऊपर ऊपर मारो ऊपर ओढ़ो അപ്പൊ അപ്പൊ ഞങ്ങള് ഹൈദരാബാദിക്ക് ഓൺ ദ വേ ആണ്. സഫീർ കാക്കയാണ് ഡ്രൈവർ. അപ്പൊ ഞങ്ങളെ വീഡിയോസ് ഇനിയും വരും. അപ്പൊ നിങ്ങള് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അറിയിച്ചത് ശ്യാബ് ഉറക്കം കഴിഞ്ഞ് ഡ്യൂട്ടി കയറി. ഡ്രൈവർ സീറ്റ് ഞാൻ കൊടുത്തു. അവന് മുന്നിലൊരു മുളകാണ് കൊണ്ടുപോകുന്നത്. കാശ്മീരി മുളകാണ് പോണത്. കാശ്മീരിൽ വരവാണെന്ന് തോന്നുന്നു. അത് കെട്ട് ഉറപ്പായിട്ട് അത് ഭയങ്കര ശല്യമായി തീരുകയാണ്. കണ്ണുക്ക് കൂട്ടി പറയാല് കണ്ണരിയും അല്ലേ? അതുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഞങ്ങളിവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 100-150 കിലോമീറ്റർ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഹൈദരാബാദിൽ ചായ കുടിക്കണം. അതെ. അപ്പൊ ഞങ്ങൾ ചായ കുടിച്ചാൻ വേണ്ടി അടുത്ത സ്ഥലത്ത് നിർത്തും. അപ്പൊ ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ വരാം. പള്ളേ വെച്ചിട്ട് ഇന്നലത്തെ മീൻകറി ഉണ്ടായിന്. അപ്പൊ കുറച്ചുകൂടി റൊട്ടി വാങ്ങിട്ട് ഷഫീർ ഇതാ റൊട്ടി ഇരുന്നു പള്ളേ വെച്ചിട്ടേ. എന്താ തുമ്മിച്ചന്റെ മീൻകറി അറിയോ? എങ്ങനെയുണ്ട് മീൻകറി? നമ്മളിവിടെ ടോളിൽ നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ച് പോകാനുള്ള പരിപാടി. ഇനി ഒരു ചായ. അപ്പൊ നമ്മൾ ഹൈദരാബാദ് സിറ്റിയിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ മംനു ആയിരുന്നു, ഇതുവരെ നോൻട്രി ആയിരുന്നു. 9:00 പാസ്സായത്. സിറ്റിയിലോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. 9:00 വരെ ഞങ്ങൾ പുറത്തിരുന്നു. സിറ്റിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. നീ എന്തായാലും വരണ്ട. നമ്മളെ ചാർമിനാറിന്റെ ഏരിയയിലെത്തുമ്പോ പെരുത്തിരക്കാണ്. തിരക്ക് കാണേണ്ട കാഴ്ച തന്നെയാണ്. അടിക്കിട്ടേക്കാണ് ബൈക്കും കാറും വല്ലാത്ത ജാതിയാണ് ആ പേര്. അതും കൂടി എടുത്തുകൊണ്ട് അവിടെ തരാം. തെലങ്കാന ഹൈവേ പോലീസ്. ഹെൽമെറ്റ് വേണ്ട. 5 ആള് 6 ആള് ബൈക്കുമ്മ പോകാം, കുഴപ്പമില്ല. അതാണ് ഹൈദരാബാദ് സിറ്റി. എടോ ആ ബൈക്ക് വേണ്ടോ? പോലീസുകാരനെ കട്ട് ചെയ്ത് പോയി. കുടിയാനെ ഇന്നോ ഇല്ലേ ആരുടെ ആ പോണു കണ്ടോ. കാക്കയൊക്കെ ഹെൽമെറ്റില്ലാതാണ് പറക്കണേ. പറഞ്ഞു. ഇതാണ് നമ്മളെ ഹൈദരാബാദിന്റെ വിമാനങ്ങാടി പറയുന്നത്. ഞങ്ങൾ ഈ അങ്ങാടിക്ക് പേരിട്ടാണ് വിമാനങ്ങാടി. കണ്ടോ വിമാനത്തിന് നിങ്ങളിങ്ങനെ വിചാരിക്കും ഇവിടെ എയർപോർട്ട് ഉണ്ട്. അതന്നെ നിങ്ങൾ വിചാരിച്ചും ഇവിടെ എയർപോർട്ടിന്റെ ഗേറ്റ് ആണെന്ന്. അല്ലട്ടോ ഗേറ്റ് വിമാനങ്ങാടിയാണ്. അതെ. നമ്മളെ മുന്നേ വയനാട്ടുകാരുടെ മീനങ്ങാടിക്കാരുടെ വണ്ടിയുണ്ട്. ഒരു ഇഞ്ചേജ് പോണതാണ്. ഏതായാലും നല്ല തിരക്കാണ്. പറഞ്ഞോ നമ്മളെ അങ്ങനെ മാർക്കറ്റിലെത്താൻ ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ അതിന്റെ അടുത്തുള്ള വള്ളിയാണത്. എന്താ ഷമാമൊക്കെ ഇവിടെ മീന ഷമാമ വാങ്ങേ. മാംഗോ ആപ്പിള് ഓറഞ്ച് മുന്തിരി ഒക്കെ ഉണ്ട്. ഇത് മഹാരാഷ്ട്രയുടെ KSRTC ആണല്ലോ. അതെ. MHRTC ഒക്കെ പോലെ. MHRTC ട്രാൻസ്പോർട്ടേഷൻ അസോസിയേഷൻ ആണ്. എത്താണ് ആ ഗണേഷ് സാറിനോടൊന്ന് ചോദിച്ചോണ്ടിരോ? കേരളത്തിലെ RTO വന്നാണ്ട് എല്ലാവർക്കും ഫൈൻ ഇട്ട് കൊടുക്കണം. ഇവിടെ ഹെൽമെറ്റ് ഇല്ലാതെ ഫോണും വിളിച്ച് എല്ലാ സംഗതി 4 ആളും 5 ആളും വെച്ച് ഓട്ടോറിക്ഷയില് 8 ആള് 9 ആള്. എവിടെ കേരളത്തിലെ ഇവിടെ ഹൈദരാബാദൊക്കെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കയറാനുള്ള സ്ഥലം എത്താനായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നമുക്ക് കയറാനുള്ളത്. ഈ കോതിയിലേക്ക്, ഈ കോതിയിലോട്ടാണ് കയറാനുള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ യൂട്ടേൺ അടിച്ചു പോരണം. അതൊരു യൂട്ടേൺ തന്നെയാണ്. വാട്ടർമ മോഡലാക്കാറ് ബൈക്ക് നിർത്തുന്നത്.